ഓക്കെ, അപ്പോൾ ഡാൻസ് കളിക്കുക മാത്രമല്ല ഡാൻസ് ടീച്ചറും കൂടിയാണ്. ഡാൻസ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഭരതനാട്യം ഡിപ്ലോമയൊക്കെ ചെയ്ത് അങ്ങനെ ആളാണ്. അപ്പോൾ ഡാൻസ് മാത്രമല്ല, എൻജിനീയറിങ് കഴിഞ്ഞ് ഒരു കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാം കൂടി കൊണ്ടുപോയി എന്നും തിരക്കെന്ന് വെച്ചാൽ പഠിക്കാൻ പോകും, പിന്നെ ക്ലാസ് എടുക്കാൻ പോകും, പിന്നെ പ്രോഗ്രാം എന്തെങ്കിലും വന്നാൽ അതിന് പോകും. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിലായിരുന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജാനുവരി 22 കഴിഞ്ഞ 22 ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു ചീരാണിക്കര മാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ എനിക്ക് ഒരു 4 ഡാൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ പ്രോഗ്രാമായിരുന്നു. എൻ്റെ സ്റ്റുഡൻസും എൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റില്ലിരുന്നതാണ്. വീണതെന്ന് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് സ്റ്റില്ലിങ്ങനെ ഒന്ന് പൊങ്ങി ചാടി സ്റ്റില്ലിരിക്കുന്ന ഒരു സ്റ്റില്ലാണ്. ആ സ്റ്റില്ലിരുന്നതാണ്. ഇരുന്നപ്പോൾ ആ ചാടി ഇരുന്നതിൻ്റെ ഫോഴ്സ് കൂടിപ്പോയതാണോ എന്താണെന്നറിയില്ല. വാക്കല്ലാതെ കാലിടിച്ചതാണോ എന്താണെന്ന് അറിയത്തില്ല. മുട്ട് നന്നായിട്ട് ഇടിച്ചായിരുന്നു. അപ്പോൾ നല്ല പെയിനായിരുന്നു. ആ ഇടിച്ചവിടെ ഇരുന്നതാണ്. പിന്നെ ഞാനവിടെ തന്നെ ഇരിപ്പായി. നല്ല പെയിനായിരുന്നു. എനിക്ക് ആ മുട്ടിൻ്റെ അവിടെ തൊടാൻ വയ്യാത്ത പെയിനായിരുന്നു. പിന്നെ ബാക്കി പ്രോഗ്രാം പൂർത്തിയാക്കണമെന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ്, എനിക്കത് ലാസ്റ്റ് ഡാൻസ് ആയിരുന്നു. അവിടെ നിന്ന് എണീറ്റ് ഞാൻ അവിടെ ബാക്ക് സ്റ്റേജിൽ പോയിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരിക്കാൻ കുറയുമെന്ന് വിചാരിച്ചു. കുറേ നേരം ഇരുന്നിട്ട് കുറഞ്ഞൊന്നുമില്ല. പ്രോഗ്രാം കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങി, എന്നിട്ടൊന്നും കുറഞ്ഞില്ല. എൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഞാനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് കാല് വെച്ച് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അമ്മയും ഒക്കെ സപ്പോർട്ടിനുണ്ടായിരുന്നുകൊണ്ട് അവരൊക്കെ ഓരോന്നും ചെയ്ത് ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞൊക്കെ വിട്ടു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവർ വിളിച്ച പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവരെ വീട്ടിൽ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അതെടുക്കാൻ വേണ്ടി പോയതും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കാറിൽ കയറാൻ പോലും കാല് മടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കയറിയിട്ട് അവളെ വീട്ടിൽ പോയി, കുഞ്ഞിനെ വീട്ടിൽ പോയി. എന്നിട്ട് കാല് തൊടാൻ വയ്യ, ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ 2 വീലർ ഓട്ടിച്ച് വീട്ടിൽ എത്തണം. അമ്മയുണ്ട് കൂടെ, വേറെ ആരുമില്ല. ബാക്കി എല്ലാവരെയും പറഞ്ഞു വിട്ടു. പ്രോഗ്രാം കഴിഞ്ഞ് ബാക്കി സ്റ്റുഡൻസിനെ എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഈ കുട്ടിയുടെ വീട്ടിലും പിന്നെ വേറൊരു കുട്ടി എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ മറ്റേ കുട്ടിയുടെ പാരൻസ് പറഞ്ഞു എന്തായാലും വച്ചുകൊണ്ടിരുന്നത് ശരിയാകത്തില്ല, ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പോൾ വെളുപ്പാങ്കാലമായി. 12 പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ 11:30-12 മണിയായി. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി, പനവൂരൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വെളുപ്പാങ്കാലം ആയതുകൊണ്ടും അവിടെ എക്സ്റേ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരൊരു പെയിൻ കില്ലർ എടുത്തിട്ട് പറഞ്ഞു രാവിലെ എന്തായാലും എക്സ്റേ എടുത്ത് നോക്കണം. മുട്ടിലായിരുന്നു, റൈറ്റ് കാലിൻ്റെ മുട്ടിലായിരുന്നു. അപ്പോൾ എന്തായാലും എക്സ്റേ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ പാരൻസ് പറഞ്ഞു എന്തായാലും വച്ചുകൊണ്ടിരിക്കേണ്ട, ഇന്ന് തന്നെ പോകാൻ. അവർ തന്നെ ഗോകുലത്തിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു രാത്രി എക്സ്റേ ഉണ്ടെന്ന് പറഞ്ഞു. ഗോകുലത്തിൽ പോയി 1:30-2:30 പോയ നമ്മളാണ്. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ കഴിഞ്ഞിറങ്ങിയപ്പോൾ 4 മണിയായി. കാര്യം അവർ ചെന്നപ്പോൾ തന്നെ അഡ്മിറ്റിന് എഴുതി. പിന്നെ കുറേ എക്സ്റേ ഒക്കെ എടുത്തു. അവർ കുറേ ഡോക്ടർമാർ വന്ന് നോക്കി. അങ്ങനെ കുറേ സമയം എടുത്തു. അവിടെ വെളുപ്പാങ്കാലം 4 മണിയെങ്കിലും ആവും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എക്സ്റേയിൽ വേറെ പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഫോഴ്സിൽ ഇടിച്ചത് കൊണ്ടായിരിക്കും അത്രയും പെയിനുള്ളത്, നീ ക്യാപ്പ് ഇട്ടിരുന്നാൽ മതി, മാറുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീടെത്തിയപ്പോൾ 4:30 മണി കഴിഞ്ഞു. 4:30 കഴിഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് തിരുവമ്മല. എന്നിട്ട് വെളുപ്പാങ്കാലമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ നീ ക്യാപ്പൊക്കെ ഇട്ട് ഒരാഴ്ച നീ ക്യാപ്പൊക്കെ ഇട്ടു. ഇതിൻ്റെ ഇടയിൽ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും ചാർട്ട് ചെയ്തതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഈ കാല് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. കാല് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മടക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം ഈ ഒരാഴ്ച നിന്നു. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിയുടെ മോളെ ചടങ്ങുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവളെ വീട്ടിൽ പോയി. പിന്നെ എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പെയിൻറ്റിൻ്റെ ഭയങ്കര അലർജിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുമ്മലും എനിക്കവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുഞ്ഞിയുടെ അവിടെ പോയി. അവിടെ ആയിരുന്നു ഒരാഴ്ച ഫുള്ള്. വീട്ടിൽ പോകാൻ പറ്റില്ല, ഒന്നാമത് പെയിൻ്റ് അടി, പിന്നെ ഈ കാലം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതാവുമല്ലോ. പിന്നെ ഇവിടെ തന്നെ നിന്നു ഒരാഴ്ചയോളം. ഇവിടെ തന്നെ
അവിടെ തന്നെ നിന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം അപ്പുറത്തൊരു വീട് വരെ, ഒരുപാട് ദൂരമൊന്നുമില്ല, വെറുതെ നടന്ന് തിരിച്ച് വന്നതേ ഉള്ളൂ. എനിക്കന്ന് രാത്രി ഉറങ്ങാൻ പറ്റാത്ത കാലുകഴപ്പായിരുന്നു. ഭയങ്കര കാല് കഴപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത കാലുകഴപ്പായിരുന്നു. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോ പറയാൻ. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല ഇരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കണത്, കിടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഫോണിങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്.